എന്നാലും തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ചൂടിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ എവിടം വരെയായി തെരഞ്ഞെടുപ്പ് പ്രചരണം കാര്യങ്ങളൊക്കെ? എന്താണ് UDF ഇത്തവണ കേരളം പിടിക്കുമോ, അതോടൊപ്പം തന്നെ കൊച്ചി തിരിച്ചെടുക്കുമോ? ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ UDFന്റെ ഭരണം വരണം. അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി എൻ്റെ മുന്നൊരുക്ക പ്രവർത്തനം നടത്തുകയാണ്. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു കാലഘട്ടത്തിലും ചെയ്യാത്ത രീതിയിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ കാലത്തും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടത്തിയതുകൊണ്ട് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പിന് എപ്പോഴും ഒരു മുന്നൊരുക്ക പ്രവർത്തനം ആവശ്യം. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനും ഞങ്ങൾ മിഷൻ 24, മിഷൻ 25, മിഷൻ 26 അങ്ങനെ തീരുമാനിച്ച് അതിനുവേണ്ടി ഞങ്ങൾ നടത്തിയ പ്രവർത്തനം ഏറ്റവും അവസാനം മിഷൻ 25 ആണ് ലോക്കൽ ബോഡി. അതിലൊരു ചരിത്ര വിജയമാണ് കേരളത്തിലുണ്ടായത്. അതിനോടൊപ്പം തന്നെയാണ് മിഷൻ 26ൻ്റെ പ്രവർത്തനവും ഏകോപിപ്പിച്ച് കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ട് സംഘടനാപരമായി പാർട്ടി വളരെ താഴെ തലങ്ങളിൽ വളരെ സജീവമാണ്. പാർട്ടി പ്രവർത്തകർ പറയുന്നത് പോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. മറ്റുള്ള തർക്കങ്ങളോ ബഹളങ്ങളോ അതൊന്നും അവരെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളല്ല. അങ്ങനെ ഒരു പ്രശ്നവും പാർട്ടിക്കകത്ത് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലൊന്നും ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. അപ്പോൾ തിരിച്ചു വരും. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. കാരണം ഈ ഭരണത്തിനെതിരായി ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്കറിയാം. നമ്മൾ പ്രവർത്തിക്കുന്നതിനപ്പുറത്ത് നമുക്ക് വോട്ട് കിട്ടുന്നത് ജനങ്ങൾക്ക് നിലവിലുള്ള ഭരണത്തിലുള്ളൊരു വലിയ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി തീർച്ചയായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. അതെല്ലാ തലങ്ങളിലുള്ള ജനങ്ങളുണ്ട്. ഓരോ ജില്ലയും ഇപ്പോൾ UDFന് വലിയ മേൽക്കോയ്മയുള്ള ജില്ല, അല്ലെങ്കിൽ ലീഗിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ, അങ്ങനെയൊന്നുമില്ല. എല്ലാ നിയോജക മണ്ഡലത്തിലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എക്കാലത്തും തോക്കുന്ന നിയോജക മണ്ഡലത്തിൽ പോലും ഇത്തവണ ജയിച്ചു വരാനുള്ള വലിയ സാധ്യതയാണ്. ജനം അത്രയ്ക്ക് മടുത്തു. ഒരു ഭരണമാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് UDF ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് വരും. കോൺഗ്രസ് തുടങ്ങി വെച്ച ഞങ്ങളുടെ ഒരു നരേറ്റീവ് ഉണ്ട്. സർക്കാർ വിരുദ്ധത, സർക്കാരിൻ്റെ വിവിധ തലങ്ങളിൽ അഴിമതി, സ്വജനപക്ഷപാതം, പിൻവാതിൽ നിയമനങ്ങൾ, അത് ഓരോ സെക്ടറാണ്. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങൾ, യുവജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങൾ, അതുപോലെ സമൂഹത്തിലെ വിവിധ ഇപ്പോൾ വയോജനങ്ങൾ അവരെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. അതൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന ഒരു സെക്ടറാണ് അതൊക്കെ. അപ്പോൾ അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ഈ മേഖലയിലെല്ലാം ഉള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്. അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളീ പോകുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.